ഓം ശാന്തി. മരിച്ചതുകൊണ്ടല്ല നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത്, പിന്നെയോ അവർ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബലിയിടുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിശയം തോന്നാം, എന്താ സിസ്റ്റർ ഇങ്ങനെ പറയണതെന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഇന്നത്തെ വീഡിയോ ആരാണോ നമ്മുടെ അടുത്തുനിന്ന് വേർപെട്ട് പോയേ, വേർപാടിൻ്റെ വേദന അനുഭവിച്ച് ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ സങ്കടം മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഇന്ന് കർക്കിടക വാവ് ദിവസം ബലിയിടുന്നോ, അല്ലെങ്കിൽ മാസത്തിൽ അവരുടെ തിഥി വരുന്ന സമയത്ത് നമ്മൾ ബലിയർപ്പണം ചെയ്യാറുണ്ട്, വർഷത്തിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ നാള് സമയം നോക്കിയിട്ട് എല്ലാം നമ്മൾ നമ്മുടെ ശ്രാദ്ധക്രിയകൾ ചെയ്യും. ഈ കർമ്മം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആത്മശാന്തിക്ക് നേരുന്നു എന്നാണ് പറയണേ, അല്ലേ? ആത്മാവിൻ്റെ ശാന്തിക്ക്. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? ആത്മാവുണ്ട്, നമ്മുടെ ക്രിയകൾ അവർക്ക് ശാന്തി നേരുമെന്ന ശുഭസങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിന് മരണമില്ല. പക്ഷെ നമ്മൾ ക്രിയകളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖമാണ്, വേദനയാണ്. അയ്യോ, എൻ്റെ ഇന്നാൾ പോയല്ലോ, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നാൾ പോയി, മരിച്ചു പോയി എന്നല്ലേ നമ്മൾ പറയണേ. മരിച്ച് നശിച്ച് പോയെങ്കിൽ ഇല്ലാതായ ഒന്നിനു വേണ്ടി നമ്മൾ പിന്നെ ഒരു ക്രിയ ചെയ്യൂ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയ ചെയ്യണേ. അപ്പോൾ ആത്മാവുണ്ട്. അപ്പോൾ പോയതെന്താ? മരണത്തിൽ നഷ്ടപ്പെടുന്നത് ദേഹം മാത്രമാണ്. ദേഹം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു കാറിനോട് ഉപമിച്ചാൽ, ഈ കാറിനെ ഓടിക്കുന്ന ഡ്രൈവറാണ് ആത്മാവാകുന്ന ഊർജം. ആത്മാവെന്ന് പറയുമ്പോൾ മനസ്സിലൊരു പക്ഷേ പ്രേതം ഭൂതം എന്നുള്ള ചിത്രം ഉണ്ടാവും. അത് നമ്മൾ ചിത്രീകരിക്കുന്ന പോലെയുള്ള ആ ചിത്രമല്ല, നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന തെറ്റായ ചിത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ശരീരമാകുന്ന കാറിൻ്റെ ഡ്രൈവർ ആത്മാവെന്ന് പറയുന്ന ഒരു ഊർജമാണ്, ഡിവൈൻ എനർജി, സ്പിരിച്വൽ എനർജിയാണ് നമ്മൾ ആത്മാവെന്നുള്ള ശബ്ദം. സ്പിരിറ്റ് എന്ന് പറയും ബൈബിളിൽ, റൂഹ് എന്ന് പറയും ഖുറാനിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ സൂക്ഷ്മമായ, ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത, വേണമെങ്കിൽ ഉപമ ഇങ്ങനെ പറയാം, നക്ഷത്രം പോലൊരു പ്രകാശം. ആകാശത്ത് നമ്മൾ നക്ഷത്രങ്ങളെ കാണുമല്ലോ, എത്ര സൂക്ഷ്മമാണ്. അപ്പം അതേപോലെ ആത്മാവ് ഒരു നക്ഷത്ര സമാനം, ഒരു വൈറ്റ് ലൈറ്റാണ്, അതിസൂക്ഷ്മം, ഈ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു വെളിച്ചം. മനസ്സിലത് സങ്കല്പിക്കും. ആ വെളിച്ചം ഈ ബ്രെയിനിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ആ വെളിച്ചം ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അഥവാ വെളിച്ചമാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. അതിനെ നമ്മൾ മനസ്സെന്ന് പറയും, ആത്മാവെന്ന് പറയും, ജീവൻ എന്ന് പറയും, പ്രാണൻ എന്ന് പറയും, സ്പിരിറ്റ് എന്ന് പറയും, റൂഹ് എന്ന് പറയും. ഏത് പേരിട്ട് നമ്മൾ വിളിച്ചാലും, ലൈക്ക് ബീയിങ് എന്ന് പറയും, അല്ലേ? കോൺഷ്യസ്നെസ് എന്ന് പറയും. ഈ പേരുകളൊക്കെ വിളിക്കുന്നത് ഈ ഊർജത്തെയാണ്. അത് അഭൗതികമായ ഊർജമാണ്, മെറ്റാഫിസിക്കൽ എനർജിയാണ്. ആ ആത്മീയ ഊർജത്തിന് നാശമില്ലല്ലോ. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എനർജി ഈസ് നോട്ട് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്നല്ലേ? ഊർജത്തിന് നാശമില്ല. അപ്പോൾ മരണം എന്ന് പറയുന്ന പ്രക്രിയ എന്താണ്? പാമ്പ് അതിൻ്റെ ഉറവ് വരുന്ന പോലെ മാത്രമാണ്. ഈ ആത്മീയ ഊർജമാണ് നമ്മൾ ഓരോരുത്തരും. ആ ഊർജം ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി, ഇപ്പം ഞാൻ എന്ന് പറയുന്നത് ഈ ഊർജമാണ്. നമ്മളങ്ങനെയല്ലേ പറയണേ? എൻ്റെ ശരീരം എന്നല്ലേ പറയാ, എൻ്റെ തല. അപ്പം ആരാ ഞാൻ ഈ ഊർജമാണ്. എൻ്റേതാണ് ഈ ശരീരം, എൻ്റേതാണ് ഈ മുഖം. ഞാൻ മുഖമല്ല, ഇതെൻ്റെ മുഖമാണ്. അപ്പം ആരാ ഞാൻ? ഈ ആത്മീയ ഊർജമാണ്. ഈ ഊർജം ശരീരത്തിൽ നിന്ന് ഇറങ്ങി, അതായത് ഞാനാണ് ഇറങ്ങണത്. ഊർജം, ഡ്രൈവർ ഇറങ്ങിയ വണ്ടി കേടുവരുന്ന സമയത്താണ് ഡ്രൈവർ ഇറങ്ങണത്. ഈ ശരീരം ഏതെങ്കിലും കാരണവശാൽ അത് പനി പിടിച്ചോ, ഹാർട്ട് അറ്റാക്കോ, അല്ലെങ്കിൽ ശരീരത്തെ ഹത്യ ചെയ്യണം, അതിനെയാണ് നമ്മൾ ആത്മഹത്യ, ആത്മാവിനെയല്ല ഹത്യ ചെയ്യണേ, ശരീരത്തെ നശിപ്പിക്കുക, സ്വയം നശിപ്പിക്കുക, അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ നശിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് പോവുക, അല്ലെ പ്രായാധിക്യം കൊണ്ട് പോവുക, ഏത് കാരണവുമാകാം ഈ ശരീരം
നഷ്ടപ്പെടാൻ, കേടുവരാൻ. അപ്പോൾ ഈ ശരീരം കേടുവരുമ്പോൾ ഡ്രൈവർ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വണ്ടി കേടുവരുമ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകും. അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ആത്മീയ ഊർജമാകുന്ന ഡ്രൈവർ ഈ പോയിൻ്റ് ഓഫ് ലൈറ്റ് ഈ വണ്ടിയിൽ നിന്നിറങ്ങി അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയണേ, ഒരിടത്ത് മരണം ഒരിടത്ത് ജനനം. അപ്പോൾ ഒരിടത്ത് മരണം നടക്കുന്നത് ഒരിടത്ത് ജനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്നിറങ്ങുന്ന ഊർജം അല്ലേ, ഞാൻ പോകുന്നത് അടുത്തൊരമ്മയുടെ ഗർഭത്തിലേക്കാണ്. അവിടെ എനിക്കൊരു വണ്ടി കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഗർഭിണി 3 മാസം മുതൽ 5 മാസത്തിൻ്റെ ഇടയിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൽ, അതായത് 3 മാസം എന്തിനാണ്? ഈ ഡ്രൈവിംഗ് സീറ്റ് റെഡിയാക്കാൻ. നമ്മുടെ ഈ ശിരസ്, ഇതിൻ്റെ അവ്യക്ത നിർമ്മാണം അമ്മയുടെ ഗർഭത്തിലുണ്ടാവും. അപ്പോൾ ഇരിക്കാനുള്ള സീറ്റ് റെഡിയായി കഴിയുമ്പോൾ ഡ്രൈവർ വരും. അപ്പോൾ അച്ഛനമ്മ നൽകുന്നത് ഈ ശരീരത്തിൻ്റെ നിർമ്മാണമാണ്. അതിനുള്ളിലിരിക്കുന്ന ഡ്രൈവർ അച്ഛനമ്മ ജനിപ്പിക്കുന്നതല്ല. പിന്നെയോ അത് ഒരു ശരീരത്തിൽ നിന്നിറങ്ങി വരുന്ന ആത്മാവാണ്. ആ ഡ്രൈവറാണ് ഈ വണ്ടിയിലേക്ക് കയറുന്നത്. കയറി കഴിയുമ്പോഴാണ് ചലനം തുടങ്ങണത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി മരിച്ചു. അപ്പോൾ ഇത് 5ാമത്തെ വർഷമാണ്. അപ്പം നമ്മൾ 5ാമത്തെ വർഷത്തിൽ ഇന്ന് ബലിയർപ്പണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാസത്തിലോ വർഷത്തിലോ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, 5ാമത്തെ വർഷം നമ്മൾ ബലിയിടുന്നു. അർത്ഥം 4 വയസ്സ് പ്രായമുള്ള കുട്ടിയായിട്ട് ഈ ഭൂമുഖത്ത് എവിടെയോ ഒരു വീട്ടിലുണ്ട്, ഒരു നാട്ടിലുണ്ട്. 1 വർഷം അമ്മയുടെ ഗർഭത്തിലിരിക്കും, പിന്നെ പുറത്തു വരും. അപ്പം 4 വയസ്സുള്ള കുട്ടിയല്ലേ അല്ലേ? അപ്പം നമ്മൾ ബലിയർപ്പണം ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഓർമ്മിക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലോജിക്കായിട്ട് നമുക്ക് തിങ്ക് ചെയ്താൽ അറിയാം. അപ്പം നമ്മളോട് പൂർവികർ ബലിയർപ്പണം ചെയ്യൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അവരെ സ്മരിക്കൂ, നന്ദിയോടെ സ്മരിക്കാനുള്ള ദിനമാണ്. അവരെന്തെല്ലാം ഉപകാരം നമ്മുടെ കൂടെ ഇരുന്നപ്പോൾ ചെയ്തു, ആ ഉപകാരങ്ങളെ സ്മരിക്കാൻ, ഉപകാരങ്ങൾക്കുള്ള കൃതജ്ഞതയാണ് ബലിയർപ്പണം. കൃതജ്ഞതയോടെ സ്മരിക്കുക, സ്നേഹാദരവോടുകൂടി സ്മരിക്കുക. അവരെന്തെല്ലാം, ഈ ശരീരം ഉൾപ്പെടെ നമുക്ക് എന്തെല്ലാം തന്നിട്ട് പോയിട്ടുണ്ടോ, സാധനങ്ങളായും സാമഗ്രികളായും നന്മകളായും അല്ലേ, നമ്മുടെ കഴിവുകളായും സമ്പത്തായും സാധനങ്ങളുടെ രൂപത്തിൽ എന്തെല്ലാം നമുക്ക് വേണ്ടി തന്നു പോയിട്ടുണ്ടോ, അതിനെയെല്ലാം നന്ദിയോടെ സ്മരിക്കാനുള്ള ഒരു അവസരമാണ്. നന്ദിയോടെ സ്മരിക്കുക. 2ാമത്തേത് ബലിയർപ്പണം എന്തിനുള്ളതാണ്? ആ ആത്മീയ ഊർജം. കാരണം അവർ നശിച്ചിട്ടില്ലല്ലോ, അവർ ജനിക്കുകയല്ലേ, ജീവിക്കുകയല്ലേ. അപ്പോൾ അവർ ഏത് സ്ഥലത്ത്, ഏത് വീട്ടിൽ, ഏത് കുടുംബത്തിലൊരു പുത്രനായി പുത്രിയായി ഈ നാടിൻ്റെ ഏത് ഭാഗത്ത് ലോകത്തിൽ അവർ ജീവിക്കുന്നുവോ, അവർ നല്ല ശരീരത്തിൽ, നല്ല മനസ്സോടെ, സദ്ബുദ്ധിയോടെ, നല്ല പൗരനായി, നല്ലൊരു ആൺകുട്ടി, നല്ലൊരു പെൺകുട്ടി, കുടുംബത്തിനും നാടിനും വീടിനും നന്മ ചെയ്യുന്ന ഒരാളായി നന്നായിരിക്കട്ടെ. ആരോഗ്യത്തോടെ, ആയുസ്സോടെ, സമൃദ്ധിയോടെ, സദ്ബുദ്ധിയോടെ നല്ലത് ചെയ്യുന്ന ഒരു നല്ല പൗരനായി തീരട്ടെ. അവർക്ക് സർവമംഗളങ്ങളും ആശംസിക്കാനുള്ള, അവരെ പ്രതി ഗുഡ് വിഷസ് സമർപ്പിക്കാനുള്ള ഒരവസരമാണ് ബലിയർപ്പണം. അപ്പം നമ്മളെങ്ങനെ ബലിയിടണം? അവർക്ക് വേണ്ടി ഗുഡ് വിഷസ് നൽകിക്കൊണ്ട്, കരഞ്ഞുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെ വൈബ്രേഷൻ അവരുടെ അടുത്തേക്ക് പോകുന്നത്. ഗുഡ് വിഷസ് ആകുമ്പോൾ നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷൻ അവരുടെ അടുത്തേക്ക് പോകും. ഇനി എനിക്ക് ബലിയർപ്പണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിഷമിക്കുകയും വേണ്ട. അയ്യോ, ഞാൻ ഗൾഫിലാണല്ലോ, ഇവിടെ ഇതിനുള്ള അവസരം ഇല്ലല്ലോ. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നമുക്ക് അവരെ സ്മരിക്കാം. എങ്ങനെ ചെയ്യണം? അവരുടെ മുഖം മനസ്സിൽ വരുമ്പോൾ ആ മുഖത്ത്, ആ മുഖവും ശരീരവും എല്ലാം ഒന്നുകിലും മണ്ണിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ വിറകുകൊണ്ട് കത്തിച്ച് ഭസ്മമാക്കിയതാണ്. ആ മുഖം സ്മരിക്കുമ്പോൾ ആ മുഖം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ഈ ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ശിരസിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വെളിച്ചം, നക്ഷത്രം പോലൊരു ഊർജമായി അവരെ കാണും. നമ്മളും ഒരു ഊർജ്ജമാണ്, അവരും ഒരു ഊർജ്ജമാണ്. ഈ ശരീരത്തിനുള്ളിൽ ഒരു ഊർജ്ജമാണ് ഇരിക്കുന്നത്. അപ്പോൾ പോയത് ഒരു ഊർജ്ജമാണ്. മുഖവും ശരീരവും അല്ലേ, ഇതെല്ലാം പോയി. അത് ഒന്നുകിൽ മണ്ണിൽ കത്തിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അഗ്നിയിൽ ഭസ്മമാക്കി. അത് അവരവരുടെ ആചാരപ്രകാരം. അപ്പം നമ്മൾ ബലിയിടും. മറ്റ് ധർമ്മങ്ങളിലാണെങ്കിൽ അവരവരുടെ കല്ലറകളിൽ അല്ലേ, ആ കുഴിമാടത്തിന് മുന്നിൽ പോയി പ്രാർത്ഥന ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ആത്മീയ ഊർജം എവിടെ ജീവിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എത്രയോ പേര്
ബലിയിടുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ഉണ്ടോ ഇല്ലയോ? കാരണം ഈ ശരീരത്തിലിരിക്കുന്ന ഈ ഊർജം ഞാൻ നമ്മളൊരു ദിവസം എത്ര തവണ പറയും? അപ്പോഴെങ്ങനെ നമുക്ക് ഓർമ്മയുണ്ടോ നമ്മളൊരു ഊർജ്ജമാണെന്ന്? അപ്പോൾ ഈ ഊർജ്ജം ഇതേപോലെ ഈ ശരീരത്തിൽ വന്നത് എവിടെ നിന്നാണ്? മറ്റൊരു ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നതാണ് അല്ലേ? അപ്പോൾ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഈ ഊർജ്ജം മറ്റൊരു ശരീരത്തിൽ ഇരുന്നപ്പോൾ അവിടെ നമ്മളൊരു അച്ഛനോ അമ്മയോ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടൊക്കെ ജീവിച്ചതല്ലേ? അപ്പം നമ്മുടെ തിഥി വരുമ്പോൾ അവരും നമുക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇല്ലേ? ബലിയർപ്പണം ചെയ്യുന്നുണ്ടാവും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര പേരുണ്ടോ എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രാദ്ധം ചെയ്യുന്നുണ്ട്, തർപ്പണം ചെയ്യുന്നുണ്ട് ഇല്ലേ? സോ നമ്മുടെ ബലിയർപ്പണം അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ജീവിച്ചിരിക്കുന്നവർക്കാണ്. മരിച്ചുപോയ നശിച്ചുപോയ ദേഹത്തിനല്ല, ജീവിക്കുന്ന ആത്മീയ ഊർജത്തിനാണ്. സോ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? നമുക്ക് നാശമില്ല, കാരണം നമ്മൾ ഈ നശിക്കുന്ന ദേഹമല്ല, നമ്മൾ ഊർജമാണ്. ഈ ഊർജമാണെന്ന ബോധത്തിൽ ജീവിച്ചാൽ തന്നെ നമ്മളെല്ലാവരും എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. മറ്റൊരു അനുഗ്രഹമാണ് അല്ലേ? എല്ലാവരും നമുക്ക് വേണ്ടി, മുഴുവൻ ലോകത്തിൽ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എത്ര പേരുടെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും എത്ര അനുഗ്രഹീതരാണല്ലേ? അതുകൊണ്ട് ഇന്ന് ബലിയർപ്പണം ചെയ്യുമ്പോൾ ഈ സങ്കല്പത്തിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ മുഴുവൻ വിശ്വത്തിൽ എത്ര ബന്ധുമിത്രാദികളുടെ കൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ഓരോ ശരീരം വിട്ട് അടുത്ത ശരീരം എടുക്കുമ്പോൾ ജനന മരണ ചക്രം എന്നല്ലേ പറയണേ? അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിശ്വരംഗവേദിയിൽ നമ്മൾ എത്ര വീട്ടിൽ ജനിച്ചിട്ടുണ്ട്, എത്ര ആയിരക്കണക്കിന് പേരോടൊപ്പം ജനിച്ച് ജീവിച്ച് കടന്നു വന്നവരാണ് നമ്മൾ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ശ്രാദ്ധം അഥവാ ബലിയർപ്പണം അഥവാ ഗുഡ് വിഷസ് നൽകണം. എല്ലാവരും നമുക്ക് വേണ്ടിയും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? മരിച്ചതുകൊണ്ടല്ല നമ്മൾ ശ്രാദ്ധം ചെയ്യണേ, ബലിതർപ്പണം ചെയ്യണേ. പിന്നെയോ ആത്മാവിന് മരണമില്ല. നശിക്കാത്ത ആത്മീയ ഊർജമാണ് ഞാനെന്ന ബോധം നമുക്കും ഉണ്ടാവണം. നമ്മുടെ കൂടെയുള്ള എല്ലാവരും അല്ല, ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ഊർജമാണ്. ഈ ബോധത്തിലിരുന്ന മരിച്ചുപോയവരെക്കുറിച്ച് നമുക്ക് ദുഃഖം വരില്ല. ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ആരോട് ശണ്ട കൂടാൻ അധികം പോവില്ല. കാരണം നമ്മളൊരു ഊർജം, അവരും ഒരു ഊർജം അല്ലേ? നമ്മളെല്ലാ ഊർജവും പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഓർമ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചിരിക്കുകയാണെങ്കിലും ഈശ്വരൻ്റെ ഓർമ്മയിൽ ഗുഡ് വിഷസ് നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ആര് പോയിട്ടുണ്ടോ അവരും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഗുഡ് വിഷസ് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഈ പ്രോഗ്രാം കാണുകയാണെങ്കിലും നമുക്കെല്ലാവർക്കും ചേർന്ന് കടന്നുപോയ എല്ലാവർക്കും വേണ്ടി, അർത്ഥം ജീവിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടി, ഈ വിശ്വത്തിലെ എല്ലാവർക്കും വേണ്ടി ശുഭവിചാരങ്ങളുടെ തർപ്പണം ചെയ്യാം. നിവർന്നിരിക്കാം. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ സ്വയം ഞാനൊരു ഊർജമാണെന്ന് ഉള്ളിൽ ഫീൽ ചെയ്യും. ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ഒരു ദീപം പോലെ തൻ്റെ ആത്മസ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പരംപിതാ പരമാത്മാ ഈശ്വരനും നമ്മളെപ്പോലെ പരമപ്രകാശം, പരമ്പൊരുളാണ്. ആ പരമചൈതന്യത്തിൽ നിന്നൊഴുകുന്ന ഈശ്വരീയ ശക്തിയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തുനിന്ന് ശക്തികളുടെ ധാര പ്രവാഹം, സർവശക്തികളുടെ പ്രവാഹം ധാരധാരയായി എൻ്റെ മനസ്സിലും ശരീരത്തിലും നിറഞ്ഞ് ആ ഈശ്വരീയ ശക്തികളുടെ പ്രകാശ തരംഗങ്ങൾ ഊർജമായി ഒഴുകി ആ പ്രകാശം, ശക്തികളുടെ ചൈതന്യം ഈ സമസ്ത വിശ്വത്തിലേക്ക് മുഴുകുകയാണ്. ഭൂമിയിലെമ്പാടും എൻ്റെ ആത്മസഹോദരങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, എൻ്റെ ബന്ധുമിത്രാദികൾ ആരെല്ലാം എന്നെ വിട്ടുപോയോ അവരെല്ലാം മനസ്സിൽ സ്മരിക്കൂ. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ആത്മസ്വരൂപങ്ങളായവർ
ചൈതന്യ പ്രകാശ ബിന്ദുക്കളായി അവരെ കാണും. അവരുടെ മുഖം മനസ്സിൽ കണ്ട്, ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ തെളിയുന്ന ദീപമായി കണ്ട് ഈശ്വരൻ്റെ ചൈതന്യം അവർക്ക് നൽകൂ. ഭഗവാന്റെ കുടക്കയിൽ ഈ ആത്മബന്ധുക്കൾ ഇന്ന് ഈ നാടിൻ്റെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവർക്കെല്ലാം മംഗളമുണ്ടാകട്ടെ. പരമാത്മ ചൈതന്യം ആത്മസ്വരൂപങ്ങളിൽ നിറഞ്ഞ് ഏത് വീട്ടിൽ, ഏത് നാട്ടിൽ ആൺകുട്ടിയോ പെൺകുട്ടിയായി ജനിച്ചിരിക്കുന്നു, ജീവിക്കുന്നു, ഏത് പ്രായത്തിലാണെങ്കിലും ശരീരത്തിനും ആരോഗ്യം, മനസ്സിനും ആരോഗ്യം, ബുദ്ധി, സദ്ബുദ്ധി, സർവനന്മകളും സമൃദ്ധിയും ഐശ്വര്യവും സദാ ഉണ്ടാകട്ടെ. അവർക്കെല്ലാം മംഗളമുണ്ടാകട്ടെ. എവിടെയാണെങ്കിലും നന്നായിരിക്കട്ടെ. വ്യക്തിഗതമായും കുടുംബത്തിനും നാടിനും ഒരു നല്ല പൗരനായി, നല്ല പുത്രിയായി, പുത്രനായി നന്നായി ജീവിക്കട്ടെ. ഈ വിശ്വമെമ്പാടുമുള്ള എല്ലാവരും എൻ്റെ ആത്മബന്ധുക്കളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജനന മരണചക്രത്തിൽ ഞാൻ ആരെല്ലാം എന്നോടൊപ്പം ജീവിച്ച് കടന്നു പോയിട്ടുണ്ടോ? പൂർവജന്മങ്ങളിലെ ബന്ധുക്കളെയൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഈ വിശ്വരംഗവേദിയിൽ കാണുന്ന എല്ലാവരും പുരികമധ്യത്തിൽ പ്രകാശിക്കുന്ന എൻ്റെ ആത്മബന്ധുക്കളാണെന്ന തിരിച്ചറിവ്, ഭഗവാന്റെ മക്കളാണെന്ന തിരിച്ചറിവുള്ളതുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകമെമ്പാടുമുള്ള എല്ലാ ശരീരത്തിനുള്ളിലും കുടികൊള്ളുന്ന ആത്മചൈതന്യങ്ങൾ, ഭഗവാന്റെ മക്കൾ എല്ലാവർക്കും സദാ മംഗളമുണ്ടാകട്ടെ. ജീവിതയാത്രയിലുടനീളം ഈ ജന്മത്തും പൂർവജന്മങ്ങളിലും പലതരത്തിൽ എന്നെ സഹായിച്ച് ഉപകാരങ്ങൾ ചെയ്ത് സ്നേഹം തന്ന് ശക്തി തന്ന് ശരീരം നിർമ്മിച്ച് നൽകിയ, സർവസ്വവും നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും. എല്ലാ ഉപകാരങ്ങളും, എല്ലാവരും ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ആരുടെ വേർപാടിനെ ഓർമ്മിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്? അവരെ മനസ്സിൽ കൊണ്ടുവരൂ. അവരോട് സ്നേഹത്തോടെ സംസാരിക്കൂ. സന്തോഷത്തോടെ, സമാധാനത്തോടെ അവരെ യാത്രയാക്കൂ. എവിടെയാണെങ്കിലും നന്നായിരിക്കട്ടെ. മരിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ജീവിക്കുകയാണല്ലോ, അത് ഓർമ്മിച്ചിട്ട് എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ മംഗളങ്ങളും നേരും. എല്ലാവർക്കും എല്ലാ മംഗളവും ഉണ്ടാകട്ടെ. ഓം ശാന്തി, ഓം ശാന്തി.